നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അംബാട്ടി റായുഡു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയൊരു പരാമർശവും അദ്ദേഹം പങ്കുവച്ച ഒരു ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുമൊക്കെ വലിയ രൂപത്തിൽ RCB ആരാധകരെ ട്രിഗർ ചെയ്തിരുന്നു. അദ്ദേഹത്തിനെതിരെ പൊങ്കാലയുമായിട്ടൊരു ഭാഗത്ത് ഒരു വഴിക്കങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ റായുഡു മിണ്ടാതിരിക്കുന്നില്ല. അദ്ദേഹം വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ്. RCB ഫാൻസിനോട് അദ്ദേഹം പറയുന്നു, RCB എന്ന് പറയുന്ന ടീം എത്രയോ കപ്പടിച്ചരെ, പക്ഷേ അതിന് വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കുന്നവരെ അല്ല, ടീമിനായിട്ട് കളിക്കുന്നവരെ കൊണ്ടുവരാൻ പറ നിങ്ങളുടെ മാനേജ്മെന്റിനോട്, അപ്പോൾ നിങ്ങൾ കപ്പടിക്കും. ഇതിനൊക്കെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. റായുഡു മുമ്പ് എങ്ങനെയാണ് വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് പുറത്തായത് എന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി. റായുഡു അത്രയും ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു, നമുക്കറിയാവുന്നതാണ്. ബട്ട് പിന്നെ സംഭവിച്ചതൊക്കെ ഇനി നമ്മൾ വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും IPL മുത്തമിട്ടിട്ടുള്ള റായുഡു RCB ആരാധകരോട് പറയുന്നു, നിങ്ങളുടെ ടീം കപ്പടിക്കണമെങ്കിലേ വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കുന്നവരെയല്ല, മറിച്ച് അതിനേക്കാൾ ഉപരി ടീമിനായിട്ട് കളിക്കുന്നവരെ കൊണ്ടുവരാൻ പറ. എത്ര നല്ല കളിക്കാരെ നിങ്ങൾ ഒഴിവാക്കി പോകാൻ അനുവദിച്ചിട്ടുണ്ട്, ടീം വിട്ട് അവർ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്, അത് മാറ്റാൻ പറ. എന്തായാലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരിക്കുന്ന പോസ്റ്റ് നോക്കാം. എക്സിൽ അദ്ദേഹം ഇടുന്നു, My heart truly goes out to all the RCB supporters who have passionately supported the team over the years. വർഷങ്ങളായിട്ട് ടീമിനെ അത്രയധികം പാഷനേറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത RCB ആരാധകരുടെ ആ ഒരു ആവേശം തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇഫ് മാനേജ്മെൻറ്റും ലീഡേഴ്സും ടീമിൻ്റെ താല്പര്യങ്ങൾക്ക് വ്യക്തിഗത മൈൽ സ്റ്റോണുകളേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ മാത്രമേ വിജയത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. RCB അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഈ വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ കൂടുതൽ ടീമിന്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ എത്ര കപ്പ് അവരടിച്ചേൻ. RCB വുഡ് ഹാവ് വൺ മൾട്ടിപ്പിൾ ടൈറ്റിൽസ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, എത്ര ഫാന്റാസ്റ്റിക് പ്ലേയേഴ്സിനെ നിങ്ങൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാനേജ്മെന്റിനെ നിങ്ങൾ നിർബന്ധിക്കുക, അവരോട് പറയണം, അവരെ നിങ്ങൾ നിർബന്ധിക്കണം ടീമിന്റെ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കണമെന്ന്. ഒരു എ ഗ്രേറ്റ് ന്യൂ ചാപ്റ്റർ ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദി മെഗാ ഓപ്ഷൻ. അവിടെ മുതൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു പുതിയ ഒരു ചാപ്റ്റർ ആരംഭിക്കാൻ പറ്റിയേക്കും, മികച്ച ചാപ്റ്റർ ആരംഭിക്കാൻ പറ്റിയേക്കും. എ ഗ്രേറ്റ് ന്യൂ ചാപ്റ്റർ, ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള പുതിയ ചാപ്റ്റർ നിങ്ങൾക്ക് മെഗാ ഓപ്ഷൻ മുതൽ ആരംഭിക്കാൻ പറ്റിയേക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വ്യക്തിഗത താല്പര്യങ്ങൾക്കല്ല, ടീമിന്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെ കൊണ്ടുപോവാ, അപ്പോൾ നിങ്ങൾ ജയിക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.